ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ജിയോളജി, പേര് എന്നിവ സംബന്ധിക്കുന്ന ചരിത്രത്തിൻ്റെയും കഥകളുടെയും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. സെയിം ടോപ്പിക്കിൻ്റെ ഇംഗ്ലീഷിലെ വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹിസ്റ്ററിയുടെ ഫാക്ച്വൽ ക്രെഡിബിലിറ്റി എന്താണെന്നും എത്രത്തോളമാണെന്നും ഒന്ന് നോക്കാം. പാസ്റ്റിൻ്റെ റെമനൻസ് ആയ റെക്കോർഡ്സ്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, മിത്സ് തുടങ്ങിയവയിൽ നിന്നുമാണ് ഹിസ്റ്ററിയുടെ ഒരു പിക്ചർ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഉണ്ടാകാൻ സാധ്യതയുള്ള പല എക്സ്പ്ലനേഷൻസിൽ നിന്നും ഏറ്റവും പ്രോബബിൾ ആയ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്കനുസരിച്ച് തിരുത്തി എഴുതപ്പെടാവുന്ന ഒന്നാണ് ഹിസ്റ്ററി. മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും ലഭിച്ച പലവിധ തിയറികളെ ബാലൻസ്ഡ് ആയി പ്രസന്റ് ചെയ്യാനാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ശ്രമിച്ചിട്ടുള്ളത്. ഈ ലാൻഡ്സ്കേപ്പിന്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇത് ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്നാണ് വിശ്വാസം. സിൽറ്റിന്റെയും സാൻഡിന്റെയും സ്റ്റഡി അക്യുമുലേഷൻ വഴി ടെർഷ്യറി സെഡിമെന്ററി റോക്സ്, ക്വാട്ടേണറി സെഡിമെന്റ്സ് എന്നിവ കൊണ്ട് ഫോം ചെയ്തതാണ് ഈ ലാൻഡ്സ്കേപ്പ്. ഇതാണ് എസ്റ്റിമേഷൻ. പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഇത് എന്തിനു ചെയ്തു, എവിടെ നിന്ന്, എങ്ങനെയാണ് ഈ മിറാക്കിൾ ചെയ്തത് എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ കഥയ്ക്ക് പല വേർഷൻസ് ഉണ്ട്. ഈ കഥകളിലെല്ലാമുള്ള ഒരു കോമൺ ത്രെഡ് ഇത്രമാത്രം: ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ലാൻഡ്സ്കേപ്പ് പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിനടിയിൽ നിന്നും വീണ്ടെടുത്തു. കേരളം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്ന തിയറിയുമായി അലൈൻ ചെയ്യുന്നതാണ് കഥകളിലെ ഈ ഭാഗം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലാൻഡ്സ്കേപ്പ് കടലിനടിയിൽ ആയിരുന്നിരിക്കാം. കടൽ റിസീഡ് ചെയ്യുകയോ ലാൻഡ് എലിവേറ്റഡ് ആകുകയോ ചെയ്ത ഒരു ജിയോളജിക്കൽ ആക്ടിവിറ്റി സംഭവിച്ചിരിക്കണം. അന്നത്തെ മനുഷ്യർ അവരുടെ എക്സ്പീരിയൻസിന് ഒരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെയും ഉപയോഗിച്ചിരിക്കാം. കേരളം എന്ന പേരിന്റെ ഒറിജിൻ സംബന്ധിക്കുന്ന തിയറീസിലൊന്നും ഇപ്പോൾ പറഞ്ഞ തിയറിയുമായി അലൈൻ ചെയ്യുന്നതാണ്. കേരളം എന്ന പ്രൊനൗൺസിയേഷൻ ചേരളം എന്ന കാനറീസ് പ്രൊനൗൺസിയേഷൻ മാറി വന്നതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വാക്കിന്റെ ഒറിജിൻ സംബന്ധിച്ച് 3 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആദ്യത്തേത്, ചേറ്, അളം എന്ന വാക്കുകൾ ചേർന്നാണ് ചേരളം എന്ന വാക്കുണ്ടായത്. ചേറ് എന്നാൽ ചെളി, അളം എന്നാൽ റീജിയൺ. രണ്ടാമത്തേത്, ചേര, അളം എന്ന വാക്കുകൾ ചേർന്ന് ചേരളം എന്ന വാക്കുണ്ടായി. ചേര എന്ന വാക്ക് കേരളത്തെ ഒരു കാലത്ത് ഭരിച്ച ചേര സാമ്രാജ്യത്തെ റെഫർ ചെയ്യുന്നു. ഏതായാലും ഏറ്റവും അക്സെപ്റ്റഡ് ആയ എക്സ്പ്ലനേഷൻ മൂന്നാമത്തേതാണ്. ചേർന്ന അളം എന്ന ഫ്രേസ് ഇവോൾവ് ചെയ്ത് ചേരളം എന്ന പേരുണ്ടായി. ചേർന്ന അളം, അതായത് ചേർന്ന അളം എന്ന് വെച്ചാൽ മെയിൻലാൻഡിനോട് പിന്നീട് ചേർന്ന കര എന്നർത്ഥം. ഇനി കേരളത്തിന്റെ ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ന്യൂ സ്റ്റോൺ ഏജ് അഥവാ നിയോലിഥിക് ഏജ് മുതൽ ഇവിടെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നിയോലിഥിക് കൾച്ചർ, മെഗാലിഥിക് കൾച്ചർ എന്നതിനുള്ള എവിഡൻസസ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ ആദ്യകാല ഇൻഹബിറ്റൻസിനെ സംബന്ധിക്കുന്ന തിയറീസ് നോക്കാം. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് നെഗ്രിറ്റോസ് ആണെന്നും പിന്നീട് ആസ്ട്രോലോയിഡ്സ് ജോയിൻ ചെയ്ത് സെറ്റിൽ ചെയ്തു എന്നും പറയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യാനും പഠിക്കാനും ശ്രമിച്ച ആദ്യ ഹിസ്റ്റോറിയൻസ് യൂറോപ്യൻസ് ആയിരുന്നു. അവരിൽ സ്റ്റേറ്റ് സാങ്ഷൻഡ് ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു. അവരുടെ ജോബ് തങ്ങളുടെ കൾച്ചറിൽ നിന്നും വ്യത്യസ്തമായ സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സിനെ എങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാനായി ആ കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസിന്റെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത് പഠിക്കുക എന്നതായിരുന്നു. ഇനി നെഗ്രിറ്റോ എന്ന വാക്കിന്റെ ഒറിജിൻ നോക്കിയാൽ ലിറ്റിൽ ബ്ലാക്ക് മാൻ എന്നർത്ഥം വരുന്ന സ്പാനിഷ് വാക്കാണ് അത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരുവിധം എല്ലാ ഇൻഡിജിനസ് വിഭാഗങ്ങളും ഈ കാറ്റഗറിയിൽ പെടുന്നു. ഈ പേര് ആ വിഭാഗത്തിന് കൊടുത്തത് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ആസ്ട്രോലോയിഡ്സ് എന്നാൽ ഇന്നത്തെ ഓസ്ട്രേലിയൻ അബോറിജിനൽസ് ആണ്. നെഗ്രിറ്റോസിനേക്കാൾ ഫെയർ ആൻഡ് ടോൾ ആണ് ആസ്ട്രോലോയിഡ്സ്. മാസ് മൈഗ്രേഷൻസിനെ സംബന്ധിച്ച് പ്രചാരത്തിലുള്ള തിയറീസ്, മാച്ചിങ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നിവ ഒഴിച്ചു നിർത്തിയാൽ ഇവിടത്തെ പൂർവികരെ മറ്റേതെങ്കിലും സ്ഥലവുമായി കണക്ട് ചെയ്യുന്ന വ്യക്തമായ തെളിവുകൾ വേറൊന്നും ഇല്ല. സോ മേ ബി ഫോറിൻ ഹിസ്റ്റോറിയൻസിന് എളുപ്പം മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി ഫിസിക്കൽ ഫീച്ചേഴ്സ് കണക്ട് ചെയ്ത് റെഫർ ചെയ്ത പേരുകളായിരുന്നിരിക്കണം നെഗ്രിറ്റോസ്, ആസ്ട്രോലോയിഡ്സ് എന്നിവ.
ഇനി ദ്രവീഡിയൻസിനെ സംബന്ധിച്ച ഏറെക്കാലം വിശ്വസിച്ചു പോന്നിരുന്ന ഒരു തിയറി നോക്കാം. സെൻട്രൽ ഏഷ്യയിൽ നിന്നും സിന്ധു നദീതടത്തിലേക്ക് മൈഗ്രേഷൻ നടന്നപ്പോൾ അവിടെ മുമ്പുണ്ടായിരുന്നവർ അവിടെ നിന്നും പുറന്തള്ളപ്പെട്ടു. അവർ ഏതാണ്ട് 700 BCയിൽ സൗത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ദ്രവീഡിയൻസ് എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ സെറ്റിൽ ചെയ്തു. ഇന്ത്യയുടെ സദേൺ പെനിൻസുലയും മറ്റു ഭാഗങ്ങളും തമ്മിൽ ലാംഗ്വേജ്, കൾച്ചർ എന്നിവയിൽ ഡിസ്റ്റിങ്ക്റ്റീവ് ഡിഫറൻസസ് ഉണ്ട് എന്നത് ഒരു ഫാക്റ്റാണ്. എങ്കിലും നമ്മുടെ ആൻസസ്റ്റേഴ്സ് ആയിരുന്ന ദ്രവീഡിയൻസ് ഇൻഡസ് വാലി സിവിലൈസേഷൻസിന്റെ റെമനൻസ് ആണ് എന്ന ആ തിയറി ഇന്ന് ഡിസ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ദ്രവീഡിയൻസ് മറ്റെവിടെ നിന്നെങ്കിലും വന്നതായി ഒരു തിയറി ഇപ്പോൾ ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ ഇല്ല. ഇനി ഒരു കാലം അങ്ങനെ ഒരു തിയറി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെട്ടാൽ അത് ഡിസ്പ്രൂവ് ചെയ്യുന്നത് വരെ നമുക്ക് അത് വിശ്വസിക്കാം. പാരമ്പര്യം, ചരിത്രം എന്നീ വാക്കുകൾ ദുരുപയോഗം ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നാളെ അതൊരു കുഴിയാനയാണെന്ന് തെളിഞ്ഞെന്ന് വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. Thank you.